ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. എൻ്റെ കിച്ചണിലേക്ക് ഞാൻ ഹൗസ് വാമിങ്ങിന് വാങ്ങിയ കുറച്ച് പ്രൊഡക്റ്റ്, അതായത് കണ്ടെയ്നർ ജാറിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അങ്ങോട്ടും എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ കിച്ചണിൽ ഞാൻ 2 ഷെൽഫിലായിട്ടാണ് ഇങ്ങനെ കണ്ടെയ്നർ ജാർസൊക്കെ, ചെറിയ ചെറിയ കണ്ടെയ്നർ ജാർസൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ വലിയ നമ്മുടെ സ്റ്റീലിൻ്റെ കണ്ടെയ്നർ ജാറൊക്കെ, അതായത് പൊടികളൊക്കെ ഇടുന്നത്, ഞാൻ താഴത്തുള്ള കോർണർ ഷെൽഫിലാണ് വെക്കാറ്. അപ്പം 2 ഭാഗത്തായിട്ട്, അതായത് ഹോവിൻ്റെ 2 ഭാഗത്തായിട്ടാണ്. ഒരു ഭാഗത്ത് പൊടികളൊക്കെ വെച്ചിട്ടുണ്ട്, മസാലപ്പൊടികളൊക്കെ. മറ്റു ഭാഗത്താണ് ധാന്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപ്പ്, കടുക്, പിന്നെ ജീരകം, അങ്ങനത്തെ ഒക്കെ ഞാൻ ഈ ഒരു കോർണർ സ്പേസിലാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും എളുപ്പത്തിലെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം ഈ പാത്രങ്ങളൊക്കെ അധികവും ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത മിൽട്ടൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കണ്ടെയ്നർ ജാറാണ്. ഇത് 1 ലിറ്ററിൻ്റെ ജാറാണ്. 1 ലിറ്റർ എന്ന് പറയുമ്പം 1 കിലോന് നമുക്ക് കൊള്ളൂല. അത് കറക്റ്റ് നമ്മൾ നോക്കണം. 1 കിലോന് കൊള്ളണമെങ്കിൽ ഒരു 1.5 വാങ്ങിക്കണം. അപ്പോഴേ ഉള്ളൂ 1 കിലോനെങ്കിൽ നമുക്ക് കൊള്ളുക. അപ്പോൾ ഇത് നല്ല മിൽട്ടൻ്റെ കമ്പനി, നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, എയർ ടൈറ്റ് കണ്ടെയ്നർ ജാർസാണ്. പിന്നെ ഇത് സെയിം മിൽട്ടൻ്റെ തന്നെ 800 മില്ലി ലിറ്ററിൻ്റെ സെയിം കണ്ടെയ്നർ, ഗ്ലാസ് കണ്ടെയ്നർ ജാർ തന്നെയാണ്. പക്ക എയർ ടൈറ്റാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇതിനെ പറ്റിയിട്ട് പറയാൻ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൺലൈനായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. നമുക്ക് കടയിലും പോയാൽ കിട്ടും. ഹോം സെൻറ്ററിൽ സെയിം സാധനം സെയിം റേറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ ജാറാണ്. ഇത് 6 പീസ് സെറ്റാണ്. പിന്നെ ഇത് സെയിം 1 ലിറ്റർ കൊള്ളുന്ന ജാറാണ്. പിന്നെ ഇങ്ങനെ നീളം ഉണ്ടായതിനെ കൊണ്ട് കുറേ കൊള്ളുന്നൊക്കെ തോന്നും, പക്ഷേ പക്ക മറ്റേ അതേ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഇതിലും കൊള്ളുക. പിന്നെ അതും ഇതും നമ്മുടെ മിൽട്ടൻ്റെ ആ ഒരു ജാറും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ കട്ടി കുറഞ്ഞ, ഈ ഗ്ലാസ് കുറച്ച് കട്ടി കുറഞ്ഞ പോലെ, അത് കുറച്ച് നീളമുണ്ടല്ലോ കുപ്പി, അതുകൊണ്ടായിരിക്കും. ബാക്കിയൊക്കെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ ജാറാണ്. ഇതിനും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, നല്ല ഭംഗിയുള്ള ജാറാണ്. പിന്നെ ഹോം സെൻറ്ററിൻ്റെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ജാറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ നമുക്ക് അളന്നിട്ട് സോക്ക് ചെയ്യാനൊക്കെ വെക്കാം. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യൽ. പിന്നെ ഞാൻ ഷെൽഫിൽ ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബാക്കിൽ ഈ ഹോം സെൻറ്ററിൻ്റെ ജാറ് വെച്ച്, പിന്നെ അതിന് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ മിൽട്ടൻ്റെ ജാറ് വെച്ച്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അത് മാത്രമേ ഉള്ളൂ, അതായത് നമ്മുടെ ധാന്യങ്ങൾ മാത്രമാണ് വെച്ചത്. പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 സെറാമിക് ജാറാണിത്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള 2 ജാറുകളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഈ ജാറിൻ്റെ ഒരു കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 1 ലിറ്റർ തന്നെയാണ്, മറ്റുള്ള ജാറ് പോലെ തന്നെ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കിച്ചൺ ടൂർ ചെയ്ത സമയത്ത് ഒരുപാട് എൻക്വയറി വന്ന 2 ജാറിനെ പറ്റിയിട്ടാണ്. അപ്പം ഇത് ചുംബക് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഇവരെ മാളിലൊക്കെ ആദ്യം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഉണ്ടായിരുന്നു ഇവരെ ഒരു കട, പക്ഷേ അതിപ്പോൾ ഇല്ല. അപ്പം കടകളിലും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഭയങ്കര ഒരു ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് ഈ 2 ജാർ. ഇതിൻ്റെ ഒരു ക്രീം കളറുണ്ട്, അതും ഇതിനെക്കാട്ടും ഭംഗിയാണ് ആ ഒരു ജാറ് കാണാൻ. പക്ഷേ ആ കളറൊന്നും ഇപ്പോൾ ഇല്ല, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് എപ്പോഴും സൈറ്റിൽ കാണിക്കാറ്. അപ്പം ആവശ്യമുള്ളവരൊക്കെ ഈ ചുംബക് എന്ന് പറഞ്ഞ സ്റ്റോഴ്സിൽ കയറിയാൽ ഉണ്ടെങ്കിൽ അത് കിട്ടും. പിന്നെ ഇത് ഞാൻ നെസ്റ്റാഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ് 2 ജാർ. ഇതിൽ 1 kg ഒന്നും കൊള്ളൂല. ഞാൻ നേരത്തെ കാണിച്ച പ്രൊഡക്റ്റ് അത് ഒരു
kg തന്നെ കൊള്ളു കേട്ടോ. 1 kg കുറച്ച് ബാക്കി ഉണ്ടാവും. ഇതിൽ ഒരു 1/2 kg ഒക്കെ കൊള്ളുള്ളൂ. ഇതിൽ അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ഇട്ട് വെക്കാറുള്ളത്. പിങ്ക് സോൾട്ട്, അതുപോലെ ജീര, അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കൽ. ഇതൊക്കെ നല്ല എയർ ടൈറ്റുള്ള നല്ല ജാർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചണിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഭംഗി കൊടുക്കണ ജാർസ്. നല്ല 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 ജാറുകളാണ്. പിന്നെ ഞാൻ ആ ഒരു കോർണർ സ്പേസിൽ വെക്കുന്ന ജാറുകളാണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു ബോട്ടിലിനെ പറ്റിയിട്ട്, ഈ ഒരു ജാറിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂവിനെ പറ്റിയിട്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ ഉപയോഗിച്ചപ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ട്. അതെപ്പോഴും നമ്മൾ നനവ് തട്ടാണ്ടിരിക്കുക, അതാണ് ഇതിനുള്ളൊരു വഴിയുള്ളത്. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പേസിൽ വെക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഈ ഒരു കാലാവസ്ഥക്ക് പറ്റൂലല്ലോ, എപ്പോഴും ഒരു കുളിർപ്പുള്ളൊരു കാലാവസ്ഥയല്ലേ നമ്മളെ ഈ കേരളത്തിൽ. അപ്പം ചൂടത്തല്ല, തണുപ്പുള്ള സമയത്തുള്ള കാര്യമാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് അതാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇതിലേക്കൊക്കെ വാങ്ങിച്ച മസാലയിലേക്കൊക്കെ വാങ്ങിച്ച ഒരു വുഡൻ സ്പൂണാണ്. ഇതിൻ്റെ പേജ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നല്ല രസമുള്ള നമ്മളെ ഈ പാത്രങ്ങളിലേക്കൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള സ്പൂണുകളാണ്. പിന്നെ ആട്ട, മൈദ, പുട്ടുപൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാനിങ്ങനെ വലിയ സ്റ്റീലിൻ്റെ ഡബ്ബ വാങ്ങിയിട്ടാണ് അതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അത് ഓൺലൈനായിട്ടൊന്നുമല്ല, നമ്മുടെ മിഠായി തെരുവിലെ ഓയാസീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ പരമാവധി ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് കിച്ചണിലോട്ട്. അതൊക്കെ ആണ് എൻ്റെ കിച്ചണിലെ കണ്ടെയ്നർ ജാറിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.